ജമ്മു കാശ്മീരിലെ ബഹാമുള്ളയിൽ നുഴഞ്ഞുകയറ്റം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 സൈനികർക്ക് വീരമൃത്യു. പാക് സൈന്യത്തിന്റെ ഭാഗമായ ബോർഡർ ആക്ഷൻ ടീമിന്റെ സഹായത്തോടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം സൈന്യം പ്രതിരോധിച്ചതിനിടയിലുണ്ടായ വെടിവെപ്പിലാണ് സൈനികർ വീരമൃത്യു വരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ആരംഭിച്ച ആക്രമണം ബുധനാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. നിയന്ത്രണ രേഖയോട് ചേർന്ന് ബാരാമുള്ളയിലെ ഉറി സെക്ടറിലാണ് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ BAT ഉറിയിലെ ഫോർവേഡ് പോസ്റ്റിന് നേർക്ക് തുടർച്ചയായി നിറയൊഴിച്ചു. സൈന്യത്തിന്റെ 16ാം സിഖ് ലൈറ്റ് ഇൻഫൻട്രി ബറ്റാലിയന്റെ നേതൃത്വത്തിൽ തിരിച്ചടിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമം തടയുന്നതിനിടെ നടന്ന ഏറ്റുമുട്ടലിലാണ് 2 സൈനികർക്ക് പരിക്കേറ്റത്. ഹവിൽദാർ അൻകിൻ, ശിപ്പായ് ബിനോദ് അനിൽകുമാർ എന്നിവർക്കാണ് മാരകമായി പരിക്കേറ്റത്. ഇതിൽ ബിനോദ് അനിൽകുമാർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി തന്നെ ജീവൻ വെടിഞ്ഞു. രാത്രിയിലെ ഏതെങ്കിലും ഭീകരവാദികൾ നിയന്ത്രണ രേഖ മറികടന്നോ എന്ന് കണ്ടെത്താൻ പ്രദേശത്ത് സൈന്യം തിരച്ചിൽ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ അകാൽ എന്ന പേരിൽ ദക്ഷിണ കാശ്മീരിൽ ഭീകരവാദികളെ കണ്ടെത്താനുള്ള സൈനിക നടപടി തുടരുന്നതിനിടെയാണ് വീണ്ടും നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത്. ഓപ്പറേഷൻ അകാലിന്റെ ഭാഗമായി 5 ഭീകരവാദികളെ സുരക്ഷാസേന വധിച്ചിരുന്നു. 2 സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 1 ആരംഭിച്ച ദൗത്യം കഴിഞ്ഞ 13 ദിവസമായി തുടരുകയാണ്. വനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ കണ്ടെത്തി പിടികൂടുകയോ വധിക്കുകയാണ് ലക്ഷ്യം. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ നടത്തിയ സൈനിക നടപടിയിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 3 ഭീകരവാദികളെ സുരക്ഷാസേന വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഓപ്പറേഷൻ അകാൽ ആരംഭിച്ചത്. ഇതിനിടെ ഓപ്പറേഷൻ ശിവശക്തി എന്ന പേരിൽ നടത്തിയ ദൗത്യത്തിനിടെ 2 ഭീകരവാദികളെയും വധിച്ചിരുന്നു.